നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്നാലും ഇത് ഞാനിതെവിടെ വെച്ചേ? നീ എന്തോന്നാടി മുട്ട കച്ചവടത്തെ നഷ്ടം വന്ന പോലെ നിൽക്കണേ? ജോസഫേട്ടാ, അതെ, ആ ജോമൻ തന്ന ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, ഇതിനകത്ത് മോശയുടെ വടി പാമ്പായി മാറി എന്നതിന് പകരം മോശ പാമ്പായി മാറിയെന്ന് അവൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നേ. ഞാനിനിയിപ്പോ എന്തോ ചെയ്യും? എടി, മോശ പാമ്പാവേ വടി പാമ്പാവേ എന്ത് വേണേലും നീ ആക്കിക്കോ. അതിന് നീ എന്തിനാടി എന്നെ കൊണ്ട് ഉപ്പുചായ കുടിപ്പിക്കണേ? അത് മോനെ, ഈശോ ഭൂമിയുടെ ഉപ്പാവൻ പറഞ്ഞ ഭാഗമായിരിക്കും അവൾ ഇന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവൾ ചായയിൽ ഉപ്പിട്ടത്. എന്റെ മേരി, ഒരു സൺഡേ സ്കൂൾ ടീച്ചറുടെ ഭർത്താവായി പോയി എന്ന് പറഞ്ഞ് നീ എന്നെ കൊണ്ട് ഈ പാപപരിഹാര കഷായം കുടിപ്പിക്കില്ലേ? ഇത് 2 കവൾ കുടിച്ചാൽ സ്വർഗം കാണും. ആ ചേട്ടാ, ദേ നമ്മുടെ മോനോടെ കഴിഞ്ഞ ആഴ്ച ബ്രദറ് സ്വർഗരാജ്യം എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഇവൻ എന്താ പറഞ്ഞേന്നറിയോ? നീ വല്ല കുരുത്തക്കേടും പറഞ്ഞോടാ. എടാ, അമ്മച്ചി ചോദിച്ചത് കേട്ടില്ലേ? വൈഫൈ എവിടെയുണ്ടോ അവിടെയാണ് എന്റെ സ്വർഗം. ഞാൻ അത്രേ പറഞ്ഞോളൂ. അതുമാത്രോ? ആദം ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? ആപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചു. അങ്ങനെയാണോടാ ഉത്തരം പറയാ? പിന്നെ ആപ്പിൾ കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ സത്യല്ലേ പറഞ്ഞേ? അതിന് എന്നെ പള്ളിക്ക് ചുറ്റും 1 റൗണ്ട് ഓടിച്ചു. അതമ്മ പറഞ്ഞില്ലല്ലോ. നിന്നെ പള്ളിക്ക് ചുറ്റുമല്ല, ഈ പഞ്ചായത്തിൽ നിന്നേ ഓടിക്കണം. ഈശോയെ, എന്റെ കറി! ആ, അപ്പൊ കറിയുടെ കാര്യവും തീരുമാനമായി. ഇന്ന് ഉപവാസം എടുക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. എടാ, നീ ഇങ്ങനെയൊക്കെ സൺഡേ ക്ലാസ്സിൽ പറഞ്ഞാൽ അതിന് നാണക്കേട് അമ്മയ്ക്കല്ലേടാ. ഇതും തോണ്ടിക്കൊണ്ടിരിക്കാതെ പോയി വല്ലതും കഴിച്ച് പള്ളിയിൽ പോടാ. ജോസഫേ, എടാ ജോസഫേ, എവിടെ നിന്റെ ഫോൺ? ഫോൺ മുറിയിലുണ്ട്. അല്ല, എന്ത്? നിന്നെ എത്ര നേരമായി ഞാൻ വിളിക്കണേന്ന് അറിയോ? നീ വേഗം പള്ളിയിലോട്ട് വന്നേ. എന്തിനാ? അതെ, ആ സൗണ്ട് സിസ്റ്റം ഓണാക്കുമ്പോ ലോ ബാറ്ററി എന്ന് പറയാ. അതിന് ഞാനെന്താ ബാറ്ററി ചാർജറാ? നീ വന്ന് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. അസംബ്ലിക്ക് മൈക്കില്ലെങ്കിൽ അച്ഛൻ പറയണത് ഒന്നും പിള്ളേർ ശ്രദ്ധിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേര് പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞ വാ തുറക്കില്ല, വെക്കണത് സ്വരവും ഇല്ല. നല്ല സൗണ്ട് വേണമെങ്കിൽ നല്ല സിസ്റ്റം വെക്കണം. ഞാനൊന്ന് പറഞ്ഞതാ കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ളത് വെക്കാന്ന്. അച്ഛൻ ഇടവകാരോട് ചോദിക്കാൻ മടി. ഇപ്പൊ എന്തായി? ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റും. നീ ഒന്ന് വന്ന് ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. മേരി ടീച്ചറെ, ദേ ടീച്ചറുടെ ക്ലാസ്സിലെ ആബേലിന്റെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. ടീച്ചറെ, ക്ലാസ്സിൽ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് എന്റെ മോനോട് 50 വചനം എഴുതി കൊണ്ടുവരാൻ ടീച്ചർ പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ തന്നെ സ്കൂളിലേക്ക് എന്തോരം എഴുതാനുള്ളത്. അതിന്റെ ഇടയിൽ ഇപ്പോ വചനം എഴുതുമ്പോ അവൻ അങ്ങനെയെങ്കിലും ആ ബൈബിൾ ഒന്ന് തുറന്നു വായിക്കുമല്ലോ എന്ന് കരുതി. പിന്നെ ക്ലാസ്സിലിരുന്ന് വർത്താനം പറഞ്ഞതിനല്ല അവനോട് വചനം എഴുതിട്ട് വരാൻ പറഞ്ഞേ. അവനെ ക്ലാസ് എടുക്കണ നേരത്ത് മൊബൈലില് ഗെയിം കളിക്കായിരുന്നു. ആ, എന്റെ മോൻ കുറച്ച് അപ്ഡേറ്റാ. പഠിക്കാൻ വേണ്ടിട്ടാ അവൻ മൊബൈല് നോക്കിയത്. അത് ശരിയാ. കഴിഞ്ഞ ആഴ്ച അവനോട് മാമോദീസ് എന്നാൽ എന്തെന്ന് ചോദിച്ചപ്പോ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സാണെന്നാ പറഞ്ഞേ. ക്ലാസ്സിലിരുന്ന് മൊബൈൽ ഗെയിം കളിക്കുന്നതാണോ അപ്ഡേറ്റ്? ആ ടീച്ചറെ, അത് ഞാൻ അവനോട് പറയാം. ഓ, പിന്നെ 12ാം ക്ലാസ് വരെ കാറ്റസത്തിന് വിടണല്ലോ എന്ന് കരുതിയിട്ടാ വിടുന്നത്. ഇതിപ്പോ പഠിച്ചിട്ട് കളക്ടറാവാൻ പോവല്ലേ. മാതാപിതാക്കൾ ഇങ്ങനെ ചിന്തിച്ചാ നമുക്ക് എങ്ങനെയാ കുട്ടികളെ പറഞ്ഞു തിരുത്താൻ പറ്റാ? ടീച്ചറെ, അച്ഛൻ വാർഷികത്തിന്റെ കാര്യം ചോദിച്ചുട്ടോ. ആ, പരിപാടികളൊക്കെ സെറ്റാണ്. പ്രാക്ടീസിന് പിള്ളേരെ കിട്ടിയാൽ മതി. വർഗീസേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ആൾക്കാരുടെ ഓരോ വർത്താനം കേൾക്കുമ്പോ ഞാൻ വല്ല റിമോട്ടാണോ? അതെന്താ അങ്ങനെ? എന്താ ഇന്ന് ഇപ്പോൾ ഫാൻ ഇടാൻ വൈകി. അച്ഛൻ കുർബാനയ്ക്ക് കൊടുത്ത് അൽത്താരയിലേക്ക് കയറുമ്പോഴേക്കും പള്ളിയത്തെ ഫാൻ ഓൺ ആയില്ലെങ്കിൽ കുഴപ്പം. ഇരിക്കട്ടാ പ്രശ്നം.
ഒരു ഭൂ വെച്ചാ ഇതെന്താ ഇങ്ങനെ വെച്ച് തുടങ്ങി 100 കുറ്റം പറയാൻ കുറെ പേരുണ്ട്. അവര് വർഗീസേട്ടനോടല്ലാതെ ആരോടാ പറയാ? നല്ലത് പറയാൻ ഒരെണ്ണല്ലേ. വർഗീസേട്ടാ, നമ്മള് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ. പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിച്ച ആളുകൾ സംസാരിക്കും, കുറ്റപ്പെടുത്തും. പിന്നെ നമ്മളും മനുഷ്യരല്ലേ, ചിലതൊക്കെ കേൾക്കുമ്പോ നമുക്കും വിഷമൊക്കെ ഉണ്ടാവും. സാരില്ലാന്നേ. അതിപ്പോ ടീച്ചർ കരുതുന്ന പോലെ എല്ലാവരും കരുതണമെന്നില്ലല്ലോ. ഇന്ന് മീറ്റിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ നീ എന്താ ഇത്ര വൈകിയേ? ഞങ്ങളൊരു പ്രശ്നം പരിഹരിക്കാൻ പോയതാ. അവിടെ ഇപ്പൊ ശരിക്കും എന്തുണ്ടായേ? ഇന്നൊരുത്തൻ ക്ലാസ്സില് പടക്കം പൊട്ടിച്ച് പിള്ളേരെ പേടിപ്പിച്ചു. ക്ലാസ്സിലോ? ആന്നേ. എന്നിട്ട് അവൻ പറയാ ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഇടിയാണെന്ന്. അപ്പോ അവന്റെ അപ്പൻ എന്താ പറഞ്ഞ്? ഇതൊക്കെ പിള്ളേരുടെ ഒരു വൈബല്ലേ, അതിനങ്ങനെ കണ്ടാ പോരേന്ന്. ക്ലാസ്സിൽ പടക്കം പൊട്ടിക്കണതോ? ഹെഡ് മാഷും ഇതന്നെ അയാളോട് ചോദിച്ചേ. അപ്പൊ പറയാ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്, മാഷ് തന്തവൈബും കൊണ്ട് നടക്കണ കാരണ ഇതൊന്നും മനസ്സിലാവാത്തേന്ന്. അച്ഛനും നിങ്ങൾ കൂടി അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അത് അച്ഛൻ സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയതാ. മൈക്കിലൂടെ അച്ഛൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോ തിരിച്ച് സ്തുതിയായിരിക്കട്ടെ എന്ന് അച്ഛനെ കേൾക്കണം. അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അമ്മച്ചി, പിള്ളേര് വാ തുറക്കണ്ടേ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കേണ്ടി വരും. അതിന് പിള്ളേരുടെ വായിൽ നിന്ന് ഇപ്പോൾ സ്തുതി അല്ലല്ലോ കേൾക്കുന്നത്, നല്ല നാടൻ സുഹൃത്തുക്കളല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല. ഒട്ടുമിക്ക പേരൻസും കുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നല്ല പോലെ സഹകരിക്കുന്നുണ്ട്. പിന്നെ 1-2 പേരൊക്കെ. എന്നിട്ട് വല്ലതും നടന്നാ? അത് ശരിയായൊന്നുമില്ല. അതിന്റെ ഇടയിൽ വർഗീസേട്ടൻ വന്ന് പിള്ളേര് പാടുമ്പോ സൗണ്ട് പോരാന്ന് പറഞ്ഞ എന്തോ ചെയ്തതാ. പിന്നെ കേട്ടത് അതിലും സൂപ്പറായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോടാ? അച്ഛൻ കസാരെടുത്ത് ഒരു അടി, ആള് തെറിച്ചു വീണു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഹലോ, ശരി അച്ഛാ. ഉവ്വ് ജോസഫേട്ടനും ടോണിയും അഭിനയിക്കുന്നുണ്ട്. സ്കിറ്റൊക്കെ റെഡിയാണ്. അതെ, അച്ഛൻ പറഞ്ഞു കുടുംബം മുഴുവൻ പങ്കെടുത്താലേ ഒരു ഐക്യം ഉണ്ടാവൂന്ന്. അപ്പോ അതും ആയി. എന്നാ പിന്നെ വാർഷികം കഴിഞ്ഞ് ഞാൻ ഒന്നിനും ഇല്ല, കുറച്ച് നാളത്തേക്ക് ലോങ് ലീവാ. അതെങ്ങനെ പറ്റും? വാർഷികം കഴിഞ്ഞ അടുത്ത ആഴ്ച കുട്ടികളുടെ ഗ്രേസ് ഫെസ്റ്റ് തുടങ്ങല്ലേ. ഇപ്പൊ ഇനി ഈ 1 മാസം പള്ളിയിൽ തന്നെ. എടാ, എന്തായാലും അവളെ സഹായിക്കാൻ നമ്മൾ കൂടെ നിൽക്കണം. ശരിയാ അമ്മച്ചി. ഒരു സൺഡേ സ്കൂൾ ടീച്ചറുടെ ജീവിതം ഇങ്ങനെയൊക്കെയാ. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരാറുണ്ട്. എന്നിട്ടും പരാതി ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. ടെൻഷൻ തരാൻ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ ഇടയിൽ ഓൺലൈൻ കോഴ്സ്, രൂപതയിലെ ക്ലാസ്, ടീച്ചർമാരുടെ പരീക്ഷ, കുട്ടികളെ ഒരുക്കൽ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ. ഇപ്പൊ സ്വന്തം വീട്ടുകാരെ പോലും സ്കിറ്റിൽ അഭിനയിപ്പിക്കേണ്ട അവസ്ഥയാണ്. എന്നാലും ഇതൊക്കെ ഒരു സന്തോഷല്ലേ മക്കളെ. ഇതാണ് സഭാ സേവനം. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കിയേ. മതബോധനം എന്നത് ഒരു പഠനം മാത്രമല്ല, അതൊരു ആത്മീയ യാത്രയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചും ചർച്ച ചെയ്തും പ്രവർത്തിച്ചും ഈശോയിലേക്ക് അടുക്കുന്ന ഒരു സ്വർഗീയ യാത്ര. ആ യാത്രയിലെ ആദ്യ ചുവട് വെച്ച് തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്. അധ്യാപകർ യാത്രയിലെ മാർഗദീപങ്ങളും. പരസ്പരം ക്ഷമിച്ചും സഹോദര സഹജമായ തെറ്റുതിരുത്തലുകൾ നടത്തിയും നമ്മുടെ കുട്ടികളുടെ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റി വിശ്വാസ പരിശീലനത്തിലൂടെ ഒരു നല്ല ക്രൈസ്തവനായി വളർത്തുവാൻ നമുക്കിവർക്കും കൈകോർക്കാം.